ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ മോഡൽ എക്സാം ചോദിക്കുന്ന ഒരു 35 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഡോക്യുമെൻ്റ് എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം റിട്ടൺ എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് ട്രാൻസാക്ഷൻ, ആൻസർ വൗച്ചർ. നെക്സ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ് ബുക്സ് ഓഫ് പ്രൈം എൻട്രി, ദാറ്റ് ഇസ് അല്ലെങ്കിൽ ഫസ്റ്റ് എൻട്രി, ആൻസർ ജേർണൽ. നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്, ദാറ്റ് ഇസ് ലെഡ്ജർ. The next one, statement prepared to ensure the arithmetical accuracy of books, trial balance. നമ്മൾ ചെയ്ത ലെഡ്ജേഴ്സൊക്കെ കറക്റ്റാണോ അത് നമ്മൾ ചെക്ക് ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ ട്രയൽ ബാലൻസ്. നെക്സ്റ്റ്, നമ്മളുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് അസറ്റുകളുടെ ലയബിലിറ്റിയുടെ പൊസിഷൻ ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ് വൺ, ഡെപ്പോസിറ്റ് ബാലൻസ് ഓഫ് പാസ്ബുക്ക്, അതായത് നമ്മുടെ പാസ് ബാലൻസ് ഗുഡ് ബാലൻസ് ആണെങ്കിൽ അതിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതേസമയം പാസ്ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ അത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. നെക്സ്റ്റ്, യൂസേഴ്സ് ഓഫ് അല്ലെങ്കിൽ അക്കൗണ്ട് ഇൻഫർമേഷൻ്റെ ഇൻറ്റേർണൽ യൂസേഴ്സ് ലൈക്ക് ഓണർ, ദെൻ അവിടുത്തെ ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ദെൻ CEO മീൻസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ദ നെക്സ്റ്റ് വൺ, ടെമ്പററി അക്കൗണ്ട് ഓപ്പൺ ടു എഗ്രി ദ ട്രയൽ ബാലൻസ്. നമ്മൾ ടെമ്പററി പ്രിപ്പയർ ചെയ്യുന്ന ട്രയൽ ബാലൻസ് എഗ്രി ചെയ്യാൻ എടുക്കുന്ന അക്കൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട്. നെക്സ്റ്റ്, ഡിസ്കൗണ്ട് അലൗഡ് ഡെറ്റേഴ്സ് ഫോർ മേക്കിംഗ് പ്രോക്ക് പേയ്മെൻറ്റ്, ആൻസർ ക്യാഷ് ഡിസ്കൗണ്ട്. 2 ടൈപ്സ് ഡിസ്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽ നടത്തി നമുക്ക് പൈസ വേഗം കിട്ടണം, അപ്പോൾ നമ്മൾ അവർക്കൊരു ഓഫർ കൊടുക്കും. നിങ്ങൾ ദിവസം ചെയ്താൽ നിങ്ങൾ അതായത് ഒരു 10 ദിവസം പേയ്മെൻറ്റ് നടത്തിയാൽ നമ്മൾ കുറച്ച് തരാം അതിൻ്റെ അകത്തുനിന്നും. ഇതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. നെക്സ്റ്റ്, നമ്മൾ ബൾക്ക് പർച്ചേസ് എടുത്ത് നോക്കുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട്. സോ ബൾക്ക് പർച്ചേസ് ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട്, ആൻസർ ട്രേഡ് ഡിസ്കൗണ്ട്. നെക്സ്റ്റ്, ഇഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഗിവൺ ദ ട്രയൽ ബാലൻസ്, ദെൻ ദ ആൻസർ നമുക്ക് തരുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രം കാണിക്കുക. പിന്നെ ആ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിതിനെ പറയും അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറയും. ദെൻ ക്വസ്റ്റ്യൻ 13, ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എമൗണ്ട് ഗിവൺ ബൈ ദ മെയിൻ ക്യാഷ്യർ ടു ദ പെറ്റി ക്യാഷ്യർ. ഒരു വീക്ക് സ്റ്റാർട്ടിങ്ങിലോ മന്ത് സ്റ്റാർട്ടിങ്ങിലോ നമ്മൾ മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷിന് കൊടുക്കുന്ന എമൗണ്ടാണ് ഇംപ്രസ്ഡ് എമൗണ്ട്. നെക്സ്റ്റ്, ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വേസ്റ്റിംഗ് അസറ്റ്സ്. വേസ്റ്റിംഗ് അസറ്റുകൾ വരുന്ന ഡിക്രീസ് എന്ന് പറയുന്നതാണ് ഡിപ്ലേഷൻ. ഇനി വേസ്റ്റിംഗ് അസറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മൈൻസ്, ക്വാറീസ്, ഓയിൽ വെൽസ്. വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നവരും അതിൻ്റെ ക്വാണ്ടിറ്റി കുറയുക, അതാണ് വേസ്റ്റിംഗ് അസറ്റ്സ്. നെക്സ്റ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റിന് എക്സാമ്പിൾ പ്രിലിമിനറി എക്സ്പെൻസസ്. നെക്സ്റ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എക്സാമ്പിൾ ഗുഡ് വിൽ, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, എക്സെട്ര. നെക്സ്റ്റ്, ദ ബുക്ക് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ക്രെഡിറ്റ് സെയിൽസ്, എന്നുള്ള ആൻസർ സെയിൽസ് ഡേ ബുക്ക്. നമ്മൾ ഗുഡ്സിൻ്റെ ക്രെഡിറ്റ് സെയിൽ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് സെയിൽസ് ഡേ ബുക്ക്. അതേസമയം നമ്മൾ ഗുഡ്സിൻ്റെ ക്യാഷ് സെയിൽ റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലായിരിക്കും. ശ്രദ്ധിക്കണം, ഗുഡ്സ് നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് സെയിൽ നടത്തിയാൽ അത് സെയിൽസ് ഡേ ബുക്കിൽ, നമ്മൾ ക്യാഷ് കിട്ടിയാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലായിരിക്കും. നെക്സ്റ്റ്, അസറ്റ് പർച്ചേസ് ഫോർ ക്യാഷ് റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക്. അതുപോലെ തന്നെ നമ്മൾ അസറ്റുകൾ പൈസ കൊടുത്ത് മേടിച്ചാൽ അതെഴുതുന്ന ബുക്കാണ് നമ്മളുടെ ക്യാഷ് ബുക്ക്. ദെൻ അസറ്റ് പർച്ചേസ് ഓൺ ക്രെഡിറ്റ്, അതേസമയം നമ്മൾ ഫിക്സ്ഡ് അസറ്റുകളൊക്കെ നമ്മൾ പൈസ കൊടുക്കാതെ വാങ്ങിച്ചു, അപ്പോൾ നമുക്കതിനെ അസറ്റാണ്, നമുക്കതിനെ പർച്ചേസ് ഡേ ബുക്കിൽ എഴുതാൻ പറ്റില്ല. പർച്ചേസ് ഡേ ബുക്കിൽ എഴുതുന്നത് ഗുഡ്സിൻ്റെ പർച്ചേസ്, അതേസമയം അതുപോലെ തന്നെ ഗുഡ്സിൻ്റെ സെയിൽസ് ഡേ ബുക്കിൽ. പക്ഷേ അസറ്റുകൾ വിറ്റാലും ക്രെഡിറ്റായിട്ട് വിറ്റാലും വാങ്ങിയാലും അതെഴുതുന്ന ബുക്ക് ജേർണൽ പ്രോപ്പർ ആയിരിക്കും, ജേർണൽ പ്രോപ്പർ. സോ അസറ്റ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് റെക്കോർഡ് ത്രൂ ജേർണൽ പ്രോപ്പർ. അതുപോലെ തന്നെ അസറ്റ് സോൾഡ് ഓൺ ക്രെഡിറ്റ് റെക്കോർഡ് ത്രൂ ജേർണൽ പ്രോപ്പർ. ദെൻ നെക്സ്റ്റ്, ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ് ഡെബിറ്റഡ് ടു, ആൻസർ പർച്ചേസ് അക്കൗണ്ട്. അതായത് നമ്മൾ ഗുഡ്സ് പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ് ക്രെഡിറ്റഡ് ടു എന്നാണ്, ഡെബിറ്റഡ് എന്നല്ല. ക്രെഡിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്, ആൻസർ പർച്ചേസ് അക്കൗണ്ട്. അപ്പോൾ ജേർണൽ എൻട്രി നോക്കുക, അതിൻ്റെ ജേർണൽ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് പർച്ചേസ് എന്നാണ്, ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ്, അപ്പോൾ ക്രെഡിറ്റ് വരുന്നത് പർച്ചേസ് അക്കൗണ്ട്. നെക്സ്റ്റ്, ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് റെക്കോർഡ് ത്രൂ അറിയാവുന്നതാണ് പർച്ചേസ് ഡേ ബുക്കാണ്. ക്രെഡിറ്റ് പർച്ചേസ് ഓൺ ബുക്ക് അതിൻ്റെ പർച്ചേസ് ഡേ ബുക്ക്. നെക്സ്റ്റ്, മെഷീനറി പർച്ചേസ് ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്, ഇറ്റ് ഈസ് ആൻ എറർ ഓഫ് ഡാഷ്. അതായത് നമ്മൾ മെഷീനറി മേടിക്കുമ്പോൾ ജേർണൽ എൻട്രി മെഷീനറി അക്കൗണ്ട് ടു ക്യാഷ് എന്നാണ്, പക്ഷേ അവർ ഡെബിറ്റ് ചെയ്തേക്കുന്നത് എന്താണ് പർച്ചേസ് അക്കൗണ്ട്, ഒരു ഫസ്റ്റ് എൻട്രി പർച്ചേസ് അക്കൗണ്ട് ക്യാഷ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ടൈപ്പ് എററാണ്? ഇത് എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. ഈ ടൈപ്പ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, ആൻസർ റിസർവ്. റിസർവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം മാറ്റി വയ്ക്കുന്നതാണ്. സോ ഇറ്റ്സ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. 25th ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. നമ്മുടെ പ്രോഫിറ്റ് കുറയ്ക്കുന്നതാണ് എന്ത് പ്രൊവിഷൻസ്. ദ നെക്സ്റ്റ് 26th, ഇറ്റ്സ് റിസർവ് കെപ്റ്റ് ഫോർ എനി പർപ്പസ്. നമ്മൾക്ക് എനി പർപ്പസിന് വേണ്ടിയും അതിനുള്ള പ്രോഫിറ്റ് യൂസ് ചെയ്യാം.
അതായത് നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാം, നമുക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യാം. അതാണ് ജനറൽ റിസർവ്. ആ റിസർവിനെ പറഞ്ഞ് ജനറൽ റിസർവ് എന്ന് പറയും. ഇനി കറണ്ട് ലയബിലിറ്റീസ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ് ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ബിൽസ് പേയബിൾ, ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എമൗണ്ട് സ്പെൻഡ് ഫോർ പർച്ചേസിങ് ഫിക്സ്ഡ് അസറ്റ്. നമ്മൾ ഫിക്സ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ചിലവാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദെൻ റവന്യൂ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി വരുന്ന എക്സ്പെൻസുകൾ, ഡേ ടു ഡേ എക്സ്പെൻസുകൾ, ബിസിനസ് നടത്തിക്കൊണ്ട് വാങ്ങുന്ന ചിലവുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെൻസ് ചിലവാക്കുന്ന എക്സ്പെൻസ് നടത്തി, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് 2-3 വർഷം നമുക്ക് കിട്ടുള്ളൂ അതിൻ്റെ. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സാമ്പിളാണ് ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു നെറ്റ് സെയിൽ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെക്സ്റ്റ് കോൺസെപ്റ്റ് ആൻസിപ്പേറ്റ് ഓൾ ലോസസ് ബട്ട് നോട്ട് ആൻസിപ്പേറ്റ് പ്രോഫിറ്റ്. നമുക്ക് എല്ലാ നഷ്ടങ്ങളും മുൻകൂട്ടി കാണാം, പക്ഷേ പ്രോഫിറ്റിനെ ആൻസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല, കൂട്ടി വയ്ക്കാൻ പാടില്ല. അതായത് നമ്മൾ ആൻസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ആൻസർ പ്രൂഡൻസ് ഓർ കൺസർവേറ്റിസം. Then GST components, CGST, SGST and IGST. Then one-side errors are rectified by opening suspense account. Then next EBIT full form, earnings before interest and taxes. Then നമ്മുടെ ട്രയൽ ബാലൻസിൽ ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് ഇൻ ട്രയൽ ബാലൻസ്, അതായത് നമ്മൾ ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ചെയ്യേണ്ടത് ക്രെഡിറ്റർ ടു P&L അക്കൗണ്ട്. അപ്പോൾ നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 35 നമ്പർ ഓഫ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കിതിൻ്റെ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.